പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്കെന്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ. ഈ ബ്രിഡ്ജ് കാണുന്നുണ്ടോ? എവിടെയോ കണ്ടതുപോലെയുണ്ടോ? ജനുവരി മാസം 1-ാം തീയതി ഓരോ നാട്ടിലും സൂര്യൻ ഉദിക്കുമ്പോൾ ഹാപ്പി ന്യൂ ഇയർ എന്ന് ന്യൂസിൽ കാണിക്കാറില്ലേ? അതാണ് ഓസ്ട്രേലിയയിലുള്ള ഹാർബർ ബ്രിഡ്ജ്. ഇതാണ് അന്ന് കാണിക്കാറുള്ളത്. ഇത് ഓസ്ട്രേലിയയിലാണ് ഉള്ളത്. ഒപ്ര ഹൗസിന്റെ അടുത്താണ് ഇത്. ഇതിന് നല്ല ഭംഗിയാണ്. അതിന്റെ മുകളിൽ ട്രെയിൻ പോകാനുള്ള ഒരു വഴി, ഒരു ഡെക്കുണ്ട്. കാറിന് പോകാൻ ഒരു ഡെക്കുണ്ട്, ബസ്സിന് പോകാൻ ഒരു ഡെക്കുണ്ട്, നടന്നു പോകാനും വഴിയുണ്ട്. അത്രയ്ക്ക് വലിയൊരു ബ്രിഡ്ജാണിത്. ഇത് കാണാൻ ഇവിടെ എന്തുമാത്രം ജനങ്ങൾ വരുന്നുണ്ടെന്നറിയാമോ? ഇത് നിങ്ങളെ കാണിച്ച് ഇവിടെ നിന്നുകൊണ്ട് നിങ്ങളോട് സംസാരിക്കാൻ ദൈവം തന്ന കൃപയ്ക്കായി ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. ശരി, ഇന്ന് ദൈവം തന്നിരിക്കുന്ന വേദവാക്യം എന്താണെന്ന് ചോദിച്ചാൽ 1 യോഹന്നാൻ 4-ാം അധ്യായം 4-ാം വാക്യം. അതായത്, ഈ ലോകത്തിനുള്ളവനേക്കാൾ നിങ്ങളിലുള്ളവൻ വലിയവനല്ലോ എന്ന് ദൈവവചനം പറയുന്നു. ലോകത്തിലെ വലിയവനാരാണ്? ലോകത്തിന്റെ അധിപനെന്നറിയപ്പെടുന്ന പിശാച്, നമ്മുടെ ശത്രുവാകുന്ന സാത്താൻ എല്ലാ തിന്മകൾക്കും കാരണക്കാരനാണ്. അവൻ കള്ളനും മോഷ്ടാവും നാശമുണ്ടാക്കുന്നവനുമാണ് എന്ന് യേശു പറയുന്നു. അവൻ നമ്മുടെ അനുഗ്രഹത്തെ മോഷ്ടിക്കുന്നു, നമ്മുടെ ആരോഗ്യത്തെ മോഷ്ടിക്കുന്നു, നമ്മുടെ സമാധാനത്തെ മോഷ്ടിക്കുന്നു, നമുക്ക് വരാനുള്ള നന്മകൾ തടയുന്നു. അവനാണ് എല്ലാ തിന്മകൾക്കും കാരണം. അവൻ ഗർജിക്കുന്ന സിംഹത്തെ പോലെ വന്ന് നമുക്ക് നാശമുണ്ടാക്കാൻ പല കാര്യങ്ങൾ ചെയ്യുന്നു. എന്നാൽ നാം ശത്രുവിനെ കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. സാത്താനെ, പിശാചിനെ കണ്ട് നാം ഭയപ്പെടേണ്ട. ദൈവം പറയുന്നു, ലോകത്തിലുള്ള പിശാചിനേക്കാളും നമ്മുടെ കൂടെയുള്ള യേശു വലിയവനാണെന്ന്. നമ്മുടെ കൂടെയുള്ള യേശു വലിയവൻ. ഇതാണ് നാം വിശ്വസിക്കേണ്ടത്. സാത്താൻ എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ, എന്റെ കൂടെയുള്ള യേശു വലിയവനാണ്. സാത്താൻ ഇതൊക്കെ ചെയ്യാനാകുമെങ്കിൽ എന്റെ കൂടെയുള്ള യേശുവിന് എന്തൊക്കെ ചെയ്യാനാവും? യേശു സാത്താനെ ജയിച്ചവനാണ്, കുരിശിൽ വിജയിച്ചവനാണ്, സാത്താന്റെ മേൽ വിജയിച്ചവനാണ്. അതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ പേര് കേട്ടയുടനെ പിശാചി വിറയ്ക്കും. അവന്റെ ക്രിയകൾ നശിക്കും, മന്ത്രവാദങ്ങൾ നശിക്കും. മന്ത്രവാദം, ക്ഷുദ്രപ്രയോഗം എന്നിവയേക്കാൾ യേശുവിന്റെ ശക്തി വലുതാണ്. അതിനാൽ ഭയപ്പെടേണ്ട. എന്ത് പോരാട്ടം വേണമെങ്കിലും വരട്ടെ. ദിവസവും പറയൂ, സാത്താനെ, നിന്നേക്കാൾ എന്റെ കൂടെയുള്ള യേശു വലിയവനാണ്. ഇങ്ങനെ പറഞ്ഞ് നിങ്ങൾ സ്തുതിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ പിശാച് വിറയ്ക്കുന്നതും അവന്റെ ക്രിയകൾ തകരുന്നതും കാണാം. ഞാൻ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ പറയും, സാത്താനെ, നിന്നേക്കാൾ എന്റെ കൂടെയുള്ള യേശു വലിയവനാണ്. നിന്നെ ജയിച്ച യേശു എന്റെ കൂടെയുണ്ട്. നിനക്കെന്നെ ഒന്നും ചെയ്യാനാവില്ല, നിനക്കെന്നെ ജയിക്കാനാവില്ലെന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. ഇങ്ങനെ യേശുവിന്റെ നാമം സ്തുതിക്കും തോറും അത്ഭുതങ്ങൾ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളുടെ കൂടെയിരിക്കുന്ന യേശു വലിയവനാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? എങ്കിൽ പറയൂ, ദുഷ്ടപിശാചേ, സാത്താനെ, നിന്നെക്കാളും എന്റെ കൂടെയുള്ള യേശു വലിയവനാണ്. നിനക്കെന്നെ ഒന്നും ചെയ്യാനാവില്ല, നിന്നെ ജയിച്ച യേശു എന്റെ കൂടെയുണ്ട്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സാത്താനെ ജയിക്കും. ആമേൻ, ആമേൻ.